എല്ലാവർക്കും മൗനമായിരിക്കാം. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതും സൈലൻ്റ് ആക്കി വെക്കാം. അപ്പം നമ്മൾ തുടർമാനമായിട്ടൊരു പഠനം നടത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളെന്താ കണ്ടേ? കഴിഞ്ഞ ആഴ്ചത്തെ വാക്യമൊക്കെ ആൻറ്റി വളരെ ശക്തമായിട്ട് സഭയിൽ വന്ന് പറഞ്ഞു. നന്ദി ആൻറ്റി. അപ്പോൾ അങ്ങനെ വചനമൊക്കെ പറയുന്ന വാക്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കുക. എന്താ നമ്മൾ കണ്ടേ കഴിഞ്ഞ പ്രാവശ്യം? യേശുക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിക്കാതെ നമുക്ക് പാപത്തിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന് വിടുതലില്ല, അല്ലേ? കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ മാത്രമാണ് മനുഷ്യന് രക്ഷയുള്ളത്. പക്ഷേ ആ രക്ഷ എനിക്ക് വ്യക്തിപരമായി അനുഭവിക്കണമെങ്കിൽ സുവിശേഷം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, സുവിശേഷം അനുഭവിക്കണം. അപ്പോഴേ രക്ഷ കടന്നു വരത്തുള്ളൂ. അപ്പോൾ അതെൻ്റെ അനുഭവമാകണമെങ്കിൽ എന്തു വേണം? ഞാൻ വീണ്ടും ജനിക്കണം. എൻ്റെ ആത്മാവിൽ ഞാനൊരു പുതുജനനം പ്രാപിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് പ്രാപിക്കുന്നത്? പ്രാവർത്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലനായ പത്രോസ് ഒന്നാമത്തെ സുവിശേഷ സന്ദേശം നൽകിയപ്പോൾ കൊടുത്ത കാര്യം കണ്ടു. 4 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലേ എനിക്ക് വീണ്ടും ജനനം, ദൈവമായിട്ട് എൻ്റെ ഉള്ളിലൊരു പുതു മനുഷ്യനെ, ഒരു പുതു സൃഷ്ടിയെ ക്രിസ്തുവിൽ എനിക്ക് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ 4 കാര്യങ്ങൾ സംഭവിക്കണം, അല്ലേ? എന്തൊക്കെയായിരുന്നു 4 കാര്യങ്ങൾ? മാനസാന്തരപ്പെടണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണം. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഈ 4 കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. കാരണം ഇതെല്ലാം വളരെ അടിസ്ഥാനപരമായ ഉപദേശങ്ങളാണ്. ഈ എന്താണ് വീണ്ടും ജനിക്കുക, അല്ലേ? എന്താണ് ക്രിസ്തുവിലൊരു പുതു സൃഷ്ടിയായിട്ട് മാറുക, ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ വരണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ സംഭവിക്കണമെന്ന് തന്നെയാണ് ഒന്നാമത്തെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഒടുവിൽ കർത്താവിൻ്റെ ദാസനായ പത്രോസ് അന്നത്തെ ജനത്തോട് പറഞ്ഞു. നിങ്ങൾ ഈ 4 കാര്യങ്ങളും ചെയ്താലേ നിങ്ങൾ പൂർണ്ണമായിട്ടും പുതു സൃഷ്ടിയാകത്തുള്ളൂ. അപ്പോൾ അതിലെ ഒന്നാമത്തെ കാര്യമാണ് ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. എന്താണ്? മാനസാന്തരം, അല്ലേ? മാനസാന്തരം. അപ്പം മാനസാന്തരം എന്നുള്ള വാക്ക് നമ്മൾ പൊതുവെ അങ്ങനെ മലയാളത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് ആദ്യമായിട്ട് ഈ വാക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്താ മാനസാന്തരം? മാനസം എന്തുവാ അതിൻ്റെ അർത്ഥം? മാനസം എന്ന് പറഞ്ഞാൽ മനസ്സ്, അല്ലേ? മനസ്സ്. ഇനി അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് എഴുതിയിരിക്കുന്ന വാക്ക് അന്തരം. എന്തോ അന്തരം? അന്തരം എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട്. അന്തരം എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വ്യത്യാസം. മനസ്സിന് വ്യത്യാസം വന്നു. മനസ്സിൽ എന്ത് വരണം? വ്യത്യാസം കടന്നു വരണം. മനസ്സിലൊരു പരിവർത്തനം കടന്നു വരണം, അല്ലേ? മാനസാന്തരത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾക്കൊക്കെ നൽകിയിരിക്കുന്ന ആ ഷീറ്റിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് മത്തായി 4:17. ആ വാക്യം എന്തുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രസംഗ ശുശ്രൂഷ തുടങ്ങുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എല്ലാവരും മത്തായി 4:17 ഒന്ന് നോക്കിയേ. ബ്രദർ വായിച്ചാട്ടെ. അന്നു മുതൽ യേശു സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. അപ്പൊ കർത്താവ് ഭൂമിയിൽ വന്ന് പ്രസംഗ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ എന്തോ ആയിരുന്നു വിഷയം? മാനസാന്തരപ്പെടണം, എങ്കിലേ സ്വർഗരാജ്യത്തിൽ കടന്നു വരാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടല്ലോ, ഏദൻ തോട്ടത്തിൽ 2 മരങ്ങളുണ്ടായിരുന്നു, അല്ലേ? എന്തുവായിരുന്നു ആ 2 മരങ്ങൾ? ഒന്ന് ജീവന്റെ വൃക്ഷം, അല്ലേ? മറ്റേത് അറിവിന്റെ വൃക്ഷം. ഇതെന്തുവാ സൂചിപ്പിക്കുന്നത്? മനുഷ്യ ജീവിതം 2 രീതി ജീവിക്കാൻ പറ്റും. ഒന്നെങ്കിൽ ജീവന്റെ വൃക്ഷത്തെ ആധാരമാക്കി ജീവിക്കാം, അല്ലെങ്കിൽ അറിവിന്റെ വൃക്ഷത്തെ. എന്തോ വ്യത്യാസം? ഇവിടെ ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതമാണ്. ഇവിടെ ഈ അറിവ് എനിക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് എനിക്ക് ശരിയും തെറ്റും തോന്നുന്നതൊക്കെ ചോദിച്ച് ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാനാണ് അധികാരി, ഞാനാണ് രാജാവ്, ഇത് എൻ്റെ രാജ്യമാണിത്, അല്ലേ? ഇവിടെ ഞാൻ തന്നെയാണ് കർത്താവ്, ഇതെൻ്റെ രാജ്യമാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ പറയുന്ന വചനത്തിൽ നിലനിന്ന്, അല്ലാതെ ബുദ്ധിയിലല്ല, ദൈവം തന്നെയാണ് രാജാവ്, അല്ലേ? ദൈവമാണ് രാജാവ്. അപ്പോൾ ഇത് ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ
അധ്യായത്തിൽ, അതായത് 1-ാമത്തെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു 2 രീതിയിൽ ജീവിക്കാം. ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, നിങ്ങളെ തന്നെ നിങ്ങളുടെ കർത്താവ് ആക്കരുത്, ദൈവത്തിൽ ആശ്രയിച്ച് അവൻ പറയുന്ന വചനപ്രകാരമായിരിക്കണം നന്മ തിന്മകൾ തിരിച്ചറിയേണ്ടത്. ഇത് എൻ്റെ സ്വന്തം ബുദ്ധിയിൽ നന്മ തിന്മകളൊക്കെ തിരിച്ചറിയുന്നു അല്ലെ. എല്ലാ മനുഷ്യരും ഇങ്ങനെയല്ലേ ജീവിക്കുന്നത്, അവർക്ക് തോന്നിയത് അങ്ങ് ചെയ്യും, എല്ലാവരും തോന്നിവാസികളാണ് അല്ലേ. എന്നാൽ ഇവിടെ ദൈവരാജ്യം അങ്ങനല്ല, ദൈവം രാജാവായി നിന്നുകൊണ്ട് അധികാരം അവനാണ് അല്ലേ. അപ്പൊ ഈ ദൈവരാജ്യത്തിൽ ഇനി പാപിയായ മനുഷ്യൻ, പാപം ചെയ്ത് വീണുപോയ മനുഷ്യൻ മടങ്ങി വരണമേ എന്തോ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം അടുത്തിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ടാലേ അതിനകത്ത് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ മാനസാന്തരം, മനസ്സിന് അന്തരം കടന്നു വരണം. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 17 രണ്ടാമത് എഴുതിയിരിക്കുന്ന വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 17-ന്റെ 30-31 സഹോദര വായിച്ചേ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നുണ്ടോ? ഇത് യഹൂദന്മാർക്കോ യവനന്മാർക്കോ ഇന്ത്യക്കാർക്കോ പാകിസ്ഥാൻകാർക്കോ മാത്രമല്ല, എല്ലായിടത്തുമുള്ള എല്ലാവരും, ഈ മനുഷ്യരാശിയിലുള്ള എല്ലാ വ്യക്തികളും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഇതിനു മുൻപുള്ള കാലത്ത് നിങ്ങൾ പാപമൊക്കെ ചെയ്തു, ശരി പോട്ടെ, അതിനെയാണ് അറിയായ്മയുടെ കാലത്ത് ദൈവം അലക്ഷ്യമായി അത് പോട്ടെ, ആ ഫയൽ എടുത്ത് മാറ്റി കളഞ്ഞു. ഇനി നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. അപ്പോസ്തലന്റെ പ്രസംഗമാണ്. അപ്പോൾ മാനസാന്തരം കണ്ടോ വളരെയധികം അടിസ്ഥാനപരവും പ്രാധാന്യമേറിയതുമാണ്. അപ്പോൾ എന്തുവാ ഈ മാനസാന്തരം, എന്ത് വ്യത്യാസത്തെക്കുറിച്ച് ഒരു വാക്യം വായിക്കാം. മത്തായി 21-ന്റെ 28-29 അവിടെ ഒരു കർത്താവ് ഒരു ഉപമ ഉപയോഗിച്ചിരിക്കുകയാണ്. വായിച്ചാട്ടെ. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാർ, ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തെ പുത്രന്റെ അടുക്കൽ ചെന്നിട്ട്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. പോയി എന്റെ കൃഷിപ്പണി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്നാണ് ഉത്തരം പറഞ്ഞത്. എനിക്ക് സമയമൊന്നുമില്ല അതിനൊന്നും, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാ. എങ്കിലും പിന്നത്തേതിൽ അനുസരിച്ച് അവൻ പോയി. പിന്നത്തേതിൽ എന്ത് പറ്റി? അനുതാപം കടന്നു വന്നു. അയ്യോ, അപ്പനോട് അങ്ങനെ പറയണ്ടായിരുന്നല്ലോ. പിന്നത്തേതിൽ പിന്നീട് എന്തുണ്ടായി? അനുതാപം വന്നു. ഇതാണ് മനസ്സിന് അന്തരം സംഭവിച്ചു, മനസ്സിന് വ്യത്യാസം. ഇതിനു മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്ന പോലല്ല ഇപ്പോൾ ചിന്തിക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? ആദ്യം ഞാൻ കയറി എൻ്റെ അപ്പനോട് ഉടക്കി, പക്ഷെ ഇപ്പം മനസ്സിൽ ദുഃഖം വരുന്നു. അയ്യോ, അച്ഛനോട് അങ്ങനെ പറയണ്ടായിരുന്നല്ലോ. പിന്നീട് അനുതാപം. ഈ മാനസാന്തരമെന്ന് നമ്മുടെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്ന യവന ഭാഷയിലെ അല്ലെങ്കിൽ മൂലഭാഷയിലെ വാക്കിൻ്റെ ശരിയായ അർത്ഥം അതാണ്. പിന്നീട് മനസ്സിന് അന്തരം വരുന്നു, പിന്നീട് വീണ്ടും വിചാരം വരുന്നു. അയ്യോ, ഞാൻ നേരത്തെ ചിന്തിച്ചത് തെറ്റായിപ്പോയി. കണ്ടോ? അങ്ങനൊരു വീണ്ടും വിചാരം വരണം. വീണ്ടും വിചാരം. മുമ്പത്തെ ഞാൻ ചിന്തിച്ച ചിന്താ വഴികൾ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു എന്നൊരു മനസ്സിനകത്തൊരു ബോധ്യം വരണം. അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? മാനസാന്തരം, മുൻപ് ഞാൻ ചിന്തിച്ചിരുന്നത് തെറ്റായിരുന്നെന്ന് എനിക്ക് ഉള്ളിൽ ശക്തമായൊരു ബോധ്യം വരണം. പിന്നത്തേതിൽ അനുതപിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? പോയി. നേരത്തെ പറഞ്ഞു പോകാനൊന്നും പറ്റത്തില്ലെന്ന്. കണ്ടോ? അപ്പൊ മനസ്സിൽ തുടങ്ങി അതെവിടെ കലാശിച്ചു? ബാഹ്യമായ അനുസരണത്തിൽ കലാശിക്കണം. അപ്പോൾ മാനസാന്തരം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ അത് സംഭവിക്കണം. ഓക്കെ, 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്തതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തല പ്രവർത്തികൾ 26-ന്റെ 20 ഒന്ന് വായിച്ചേ. ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട്. ഇത് അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയാണ്. പക്ഷെ ആ മാനസാന്തരപ്പെട്ടെന്ന് തൊട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. കണ്ടോ? അവിടെ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, മനസ്സിന് എന്തു പറ്റി? മാനസാന്തരം സംഭവിച്ചു, മനസ്സിന് അനുതാപം കടന്നു വന്നു. രണ്ടാമതായിട്ട് എന്ത് പറഞ്ഞു? ദൈവത്തിലേക്ക് തിരിയുക. മൂന്നാമതായിട്ട് അതിനനുയോജ്യമായ പ്രവർത്തികൾ. എല്ലാവരും കണ്ടോ? ആ വാക്യത്തിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടോ?
ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തലൻ പറയാണ്, ഞാൻ എല്ലായിടത്തും, എല്ലാ സ്ഥലങ്ങൾ, കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും ഞാൻ പ്രസംഗിച്ചത് ഒരേ പ്രസംഗമാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് അനുയോജ്യമായ പ്രവൃത്തികൾ ചെയ്യണം. എല്ലാവരും കണ്ടോ? 3 കാര്യങ്ങൾ സംഭവിക്കണം അല്ലേ? അനുതാപം കടന്നു വരണം, ദൈവത്തിലേക്ക് തിരിയണം, എന്നിട്ട് ആ പ്രവൃത്തികൾ ചെയ്യണം. ആ മകനും അങ്ങനെയല്ലേ ചെയ്തത്? അവന് മനസ്സിൽ ഒരു അനുതാപം വന്നു, അയ്യോ നേരത്തെ ചിന്തിച്ചത് തെറ്റായിപ്പോയി. പിന്നീട് എന്ത് ചെയ്തു? അപ്പൻ പറഞ്ഞ വഴിയിലേക്ക് തിരിഞ്ഞിട്ട് അപ്പൻ പറഞ്ഞതുപോലെ കൃഷിപ്പണിക്ക് പോയി. എല്ലാവരും കണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം സംഭവിച്ചിട്ടുണ്ട് എന്ത് കാണണം? ഈ 3 കാണണം. അല്ലാതെ എനിക്ക് മനസ്സിൽ മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലും നമ്മുടെ പ്രവൃത്തികളിലും എല്ലാം അത് വെളിപ്പെട്ട് വരണം. ഇത് 3 ഉണ്ടെങ്കിലാണ് അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ? മാനസാന്തരം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിനോട് ചേർന്നാണ് അടുത്ത വാക്യം, മത്തായി 3:7-8. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, യോഹന്നാൻ സ്നാപകൻ കടന്നു വന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് മുന്നോടിയായിട്ട് ഇസ്രായേൽ മക്കളെ ഒരുക്കുവാനായിട്ട് അയക്കപ്പെട്ട പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പൊ യോഹന്നാൻ സ്നാപകൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇതാ സ്വർഗരാജ്യം കടന്നു വരുന്നു, ഇതാ മിശിഹ കടന്നു വരുന്നു, നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടുന്നു. അപ്പൊ താണ്ട വരുന്ന ആര്? ഫരീശന്മാരും സദൂക്യരും. ആരാണ്? അന്നത്തെ കാലത്തെ മത നേതാക്കന്മാർ, പൂർണ്ണ കപടഭക്തിക്കാര്. അവർ വിചാരിച്ചു ചുമ്മാ ഒന്ന് വെള്ളത്തിൽ മുങ്ങുന്നയാ സ്നാനമെന്ന്. ഉള്ളിലൊരു മാറ്റവും ഇല്ലാതെ കയറി അങ്ങ് വന്നിരിക്കുക, നമുക്കൊന്നും ചെയ്തോളാം, എല്ലാവരും പോവില്ല, നമുക്കും പോയി കളയാം. അങ്ങനെ കയറി വന്നവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ സർപ്പസന്തതികളെ, ഒരു മാറ്റവും സംഭവിക്കാത്ത നിങ്ങളൊക്കെ സർപ്പസന്തതികളാ. എന്തോന്നാ? കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ കയറി വന്നാൽ ദൈവകോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാമെന്ന് ആര് പറഞ്ഞു? ഉള്ളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഒരു രൂപാന്തരവും വന്നിട്ടില്ല, ഒരു അനുതാപവും വന്നിട്ടില്ല, ചുമ്മാ ബാഹ്യമായിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുക. നിങ്ങളോട് ആര് പറഞ്ഞു ഇങ്ങനെ വന്നാൽ ദൈവകോപമൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്ന്? എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ വാ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല മാനസാന്തരപ്പെട്ടു എന്ന്. അതാർക്കും പറയാം. മാനസാന്തരത്തിന് എന്തുണ്ടായിരിക്കണം? ഈ പറഞ്ഞ തെളിവുകളൊക്കെ ഉണ്ടായിരിക്കണം, ഫലം കായ്ച്ചായിരിക്കണം. ഇപ്പം ഞാനൊരു വൃക്ഷം നട്ടപ്പോൾ ആ വൃക്ഷം പറയാ ഞാൻ മാവാണ്, പക്ഷെ എന്തോ ആ മാവിൽ കാണുന്നത്? ഈ പറഞ്ഞ വൃക്ഷത്തിൽ മുഴുവൻ തേങ്ങയാണ്. നിങ്ങൾ വിളിക്കുമോ ഞാൻ മാവെന്ന്? ഞാൻ ഒരു ചെടി നട്ടുവെച്ചു, മുഴുവൻ തേങ്ങ, പക്ഷെ മരം പറയുന്നത് ഞാൻ മാവാന്ന്. നമുക്കിത് വിചിത്രമായിട്ട് തോന്നും അല്ലേ? എന്തോ ഈ പറഞ്ഞു വരുന്നെന്ന് തോന്നും. പക്ഷേ പല വിശ്വാസികളും ഇങ്ങനെ, ഞാൻ വിശ്വാസിയാ, ജീവിതത്തിൽ എന്തോ കാണുന്നത്? ജീവിതത്തിൽ മാങ്ങയ്ക്ക് വരും തേങ്ങയായി കണ്ടോണ്ടിരിക്കുന്നു അല്ലേ? എന്ന് പറഞ്ഞാലേ മാനസാന്തരപ്പെട്ടു പെട്ടിട്ടുണ്ട്. എവിടോ ഈ 3 കാര്യങ്ങൾ സംഭവിച്ചോ? തെളിവുണ്ടോ? വചനപ്രകാരമുള്ള തെളിവുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെയൊക്കെ എന്തോ വചനം വിളിക്കുന്നറിയാം, നല്ലൊരു പേരുണ്ട്. എന്താ? സർപ്പസന്തതികളെ. സർപ്പം ആരാണ്? ഈ വൃക്ഷം കഴിക്കുവാൻ മനുഷ്യനെ പ്രലോഭിച്ച പിശാച്, പൈശാചിക സന്തതികളെ, പിശാചിന്റെ മക്കളെ, അല്ല ദൈവമക്കളല്ല നമ്മള് അല്ലേ? അപ്പൊ പിശാചിന്റെ ഉടായ്പും വേലയും കൊണ്ട് വരിക നിങ്ങള്. അതുകൊണ്ട് തെളിവ് വേണം. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രദർശിപ്പിക്കുവാൻ കഴിയണം. അപ്പോൾ വെറുതെ മനസ്സിൽ, ഇത് മനസ്സിലുള്ള അന്തരമാണേലും മനസ്സിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. എൻ്റെ മനസ്സ് ആർക്കും വായിക്കാൻ പറ്റത്തില്ല, ഞാൻ മാനസാന്തരപ്പെട്ടാന്ന് പറയാൻ പറ്റത്തില്ല. അത് തെളിവായിട്ട് നിങ്ങളുടെ പ്രവൃത്തികളിൽ വെളിപ്പെട്ട് വരണം. ശരി, ഇനി നമുക്ക് എന്തിൽ നിന്നൊക്കെയാണ് മാനസാന്തരപ്പെടേണ്ടതെന്ന് ചിന്തിക്കാം. അത് നമ്മൾ തുടർമാനമായിട്ട് ഇനി വരുന്ന ആഴ്ചകളിൽ ഓരോ ആഴ്ചയും ഓരോ വിഷയം എടുത്ത് പഠിക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ മാനസാന്തരപ്പെടേണ്ട വിഷയം പഴയ നിയമത്തിലെ ഒരു പ്രവാചകൻ എഹെസ്കേൽ എന്ന് പറഞ്ഞ പ്രവാചകന്റെ 14:6. നിങ്ങൾ അനുദപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിയും, നിങ്ങളുടെ സകല മ്ലേച്ഛ ബിംബങ്ങളിൽ നിന്നും നിങ്ങളുടെ മുഖം തിരിക്കുകയും. അപ്പോൾ ഇവിടെയാണ് ഒരു വ്യക്തി കർത്താവിലേക്ക് മാനസാന്തരപ്പെട്ടു വരുമ്പോൾ ആദ്യം മാനസാന്തരപ്പെടേണ്ട വിഷയം എന്തോ? ആ വിഷയം ആരെങ്കിലും ഒന്ന് പറഞ്ഞ, ആ വാക്യം വായിച്ച ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞ്, വായിച്ച സഹോദരൻ വേണ്ട, വേറെ ആരെങ്കിലും. എന്തിൽ നിന്ന് മാനസാന്തരപ്പെടണം? അവിടെ എന്തോ അനുദപിച്ച് എന്തിൽ നിന്ന് മാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്നുകൂടെ വായിക്കാം, ആ വാക്യം വായിച്ചാട്ടെ.
നിമിത്തം നിങ്ങൾ അനുദപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുപിരിയുവിൻ. എന്തിൽ നിന്ന് വിട്ടുപിരിയണം? വിഗ്രഹങ്ങൾ. എന്തുവാ ഈ വിഗ്രഹം? എന്തുവാ ഈ വിഗ്രഹം? വിഗ്രഹം അതിന് പിന്നീട് വേറൊരു വാക്കൂടെ പറഞ്ഞിട്ട് എന്തുവാണ്? ബിംബങ്ങൾ. മ്ലേച്ഛ ബിംബങ്ങളെ നിങ്ങൾ വിട്ടു മാറണം. ഇത് വലിയൊരു വിഷയമാണ്. ഇന്ന് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ലെങ്കിലും നമ്മളൊന്ന് തൊട്ടുവിടാം. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ എന്തുവാ ഈ വിഗ്രഹം എന്നുള്ളതിൻ്റെ നിർവചനം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത വാക്യം പുറപ്പാട് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം 10 കൽപ്പനകൾ കൊടുക്കുന്നതാണ്. നിങ്ങളാരും കേട്ടിട്ടുണ്ടോ 10 കൽപ്പനകൾ? പഴയ നിയമത്തിൽ ദൈവം ന്യായപ്രമാണം കൊടുക്കുകയാണ്, നിയമം കൊടുക്കുകയാണ്. 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളിലെ 2 മുതലുള്ള കൽപ്പനകളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. പുറപ്പാട് 20:3 മുതൽ 6. അന്യ ദൈവങ്ങൾ. കേട്ടല്ലോ, അന്യ ദൈവങ്ങൾ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെ പ്രതിമയും അരുത്. പ്രതിമ. വായിച്ചാട്ടെ. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്തു. എല്ലാരും കേട്ടോ? അത് അന്യ ദൈവങ്ങളുടെ പ്രതിമ, മൂർത്തി, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ ഒന്നും ആരാധിക്കരുത്. അങ്ങനെ ആരാധിച്ച എന്തോ പറ്റുമെന്ന് പറഞ്ഞ് എത്ര തലമുറ ആകയാ? 3-4 തലമുറ വരെ ദൈവം എന്തോ ചെയ്യും? ശാപം കൊടുക്കും. കാരണം എന്താ? സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന് പകരം നിങ്ങൾ വേറെ പലതിനെയൊക്കെ കയറി ആരാധിക്കുകയാണ്. കല്യാണം കഴിച്ച ഭാര്യ ഭർത്താവിനെ അല്ലാതെ വേറൊരു പുരുഷനെ സ്നേഹിച്ചാൽ എന്താ പറയും? കൈയടിക്കുമോ നിങ്ങളെല്ലാവരും കൂടെ? ഇല്ല. അങ്ങനെ ഒരു ബന്ധം പിടിക്കപ്പെട്ട പുരുഷൻ എന്തോ ചെയ്യും? സന്തോഷത്തോടെ ഇരിക്കുമോ? ദേഷ്യം വരും, അല്ലേ? കോപം വരും. എന്ന് പറഞ്ഞതുപോലെ ദൈവം മനുഷ്യനെ അവനു വേണ്ടി സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തെ മറന്നേച്ച് വേറെ പല ബിംബങ്ങളുടെയും പുറകെ പോയി. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഞാൻ എന്ത് ദൈവമാണ്? തീക്ഷ്ണതയുള്ള ദൈവമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ വാക്ക് ഒരു ഭർത്താവിന് ഭാര്യയോട് തോന്നുന്ന ശങ്കയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നീ എന്നോട് പതിവ്രതയായിട്ടിരിക്കുന്നോ എന്ന് ഒരു ഭർത്താവിന് എപ്പോഴും തോന്നുന്ന അതേ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ജനമാണ്, നിങ്ങൾ അന്യദൈവങ്ങളുടെ പുറകെ പോവാൻ പാടില്ല. അപ്പോൾ എന്താണ് വിഗ്രഹം? അന്യദൈവങ്ങളുടെ പ്രതിമ അല്ലെങ്കിൽ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് എന്തോ നിർവചനം കൊടുക്കാം? ജീവനുള്ള സത്യദൈവം, അല്ലെ? ഇതൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുമ്പോൾ സൃഷ്ടാവാം ദൈവത്തിൻ്റെ സവിശേഷതകളാണ്. ജീവനുള്ള സത്യദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുന്ന എന്താണ്? വിഗ്രഹമാണ്. ജീവനുള്ള സത്യദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുന്ന വിഗ്രഹമാണ്, അല്ലേ? ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പറയുകയാണെങ്കിൽ ജാരന്മാർ, അല്ലേ? ജാരന്മാരാണ്. ജീവനുള്ളതാണ് നമ്മുടെ സൃഷ്ടാവാം ദൈവം. പ്രതിമയ്ക്ക് ജീവനില്ല, അല്ലേ? മൂർത്തിക്ക് ജീവനില്ല. ഇത് മരിച്ചതാണ്, ജീവനില്ലാത്ത. ബൈബിളിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. ചെവി ഉണ്ടെങ്കിലും കേൾക്കത്തില്ല, കണ്ണുണ്ടെങ്കിലും കാണത്തില്ല, ജീവനില്ല, അല്ലേ? പിന്നെന്താണ്? സത്യദൈവം. ഇതാണ് ശരിയായ ഏകസത്യദൈവം. ഇതെല്ലാം വെറും മനുഷ്യൻ്റെ ഭാവനയാണ്. ബേസിക്കലി ഭാവനാത്മകമായ ദൈവങ്ങളാണ്. അതൊന്നും ദൈവമേ അല്ല, അല്ലേ? അപ്പോൾ അതിനെ ആരാധിക്കരുത്. ശരിക്കും ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കണം. പക്ഷെ ആ ആരാധനയിൽ എന്താണ്? നമ്മൾ വേറെ എന്തിനെങ്കിലും സ്ഥാനം കൊടുത്താൽ അതെന്താകും? വിഗ്രഹമാകും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അനുതപിക്കണം. മുൻപേ ഞാൻ ചിന്തിച്ചതിൽ നിന്ന് ഞാൻ മാറണം. അയ്യോ, ശരിയായ ദൈവത്തെ തന്നെ ആരാധിക്കണം എന്ന് എൻ്റെ ഉള്ളിൽ അനുതാപം കടന്നു വരണം. അപ്പോൾ ഒന്നാമതായിട്ട് മാനസാന്തരപ്പെടേണ്ടത് എന്തിൽ നിന്നാണ്? വിഗ്രഹാരാധനയിൽ നിന്ന്. വിഗ്രഹാരാധനയിൽ നിന്ന്
നമ്മൾ മാനസാന്തരപ്പെടണം. അപ്പോൾ ബാഹ്യമായ വിഗ്രഹങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നും അങ്ങനെ ബാഹ്യമായ വിഗ്രഹങ്ങളുടെ പുറകെ വരുന്നല്ല, അല്ലേ? അപ്പോൾ ഈ വിഗ്രഹം എന്ന് പറയുമ്പോൾ അന്യദൈവങ്ങളും ആവാം, ശരിയായ ദൈവമെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബിംബം ഉണ്ടാക്കിയാലും അതും വിഗ്രഹാരാധനയാണ്, അല്ലേ? പല ക്രിസ്തീയ പള്ളികളിലും യേശുവിൻ്റെയും വേറെ വലുതിൻ്റെയൊക്കെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ വിഗ്രഹമൊക്കെ കുഴപ്പമില്ലെന്നല്ല, അതും പാടില്ല. പറഞ്ഞു മനസ്സിലായോ? അന്യദൈവങ്ങളുടെയും പാടില്ല, സത്യദൈവത്തിൻ്റെയും വിഗ്രഹം പാടില്ല. അതാണ് അവിടെ വായിച്ചത്. നിങ്ങൾ ഭൂമിയിലുള്ള ഒന്നിൻ്റെയും പ്രതിമയിൽ എന്നെ ആരാധിക്കരുത്. കാരണം ഞാൻ എന്താണ്? ഞാൻ ആത്മാവാണ്. എൻ്റെ രൂപം നിങ്ങളാരും കാണുന്നില്ല, കാണാനും പറ്റത്തില്ല. അദൃശ്യനായ ദൈവത്തിന് പ്രതിമയൊന്നും ഉണ്ടാക്കി വെക്കാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുമ്പോൾ പോലും വിഗ്രഹം പാടില്ല. എല്ലാവർക്കും മനസ്സിലായി? അല്ലാതെ അന്യദൈവങ്ങളുടെ മാത്രം വിഗ്രഹമല്ല, ഒരു ദൈവത്തിൻ്റെയും വിഗ്രഹം പാടില്ല. വിഗ്രഹാരാധന മൊത്തത്തിലേ തെറ്റാണ്. കാരണം അദൃശ്യനായ ആത്മാവായ ദൈവത്തെ ആത്മാവിൽ വേണം ആരാധിക്കാൻ. അപ്പോൾ ബാഹ്യമായ ബിംബങ്ങൾ ഓക്കെ ശരി. ഇനി വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം അങ്ങ് വിഗ്രഹാരാധനയൊക്കെ അങ്ങ് മാനസാന്തരപ്പെട്ടല്ലോ. അല്ല, എന്താണ് ഇനിയുള്ളത്? ഇനി ഹൃദയത്തിലെ വിഗ്രഹങ്ങളുണ്ട്. പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായോ? ബാഹ്യമായ വിഗ്രഹങ്ങൾ മാത്രമല്ല, ഇവിടെ ഈ പറഞ്ഞതുപോലെ ജീവനുള്ള ദൈവത്തിന്റെ സ്ഥാനം എൻ്റെ ഹൃദയത്തിൽ കവരുന്നതും വിഗ്രഹാരാധന. അപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് കടന്നുപോയി 3 വാക്യങ്ങൾ വായിക്കാം. ജീവനുള്ള ദൈവത്തിന്റെ സ്ഥാനം കവരുന്ന 3 വിഗ്രഹങ്ങൾ നമ്മൾ പെട്ടെന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. വാക്യങ്ങളൊക്കെ പെട്ടെന്ന് വായിച്ച് നമുക്ക് നീങ്ങാം. ജീവനുള്ള ദൈവത്തിന്റെ സ്ഥാനം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ജീവനുള്ള ദൈവത്തിന്റെ സ്ഥാനം എൻ്റെ ആരാധനയിൽ ജീവനുള്ള ദൈവത്തിന് പകരം കയറി വരുന്ന ജാരന്മാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഗ്രഹവും വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഹൃദയത്തിൽ ബാഹ്യമായ കല്ല് മണ്ണ് കൊണ്ടുള്ള ബിംബങ്ങളിലൊന്നും നമ്മൾ ആരാധിക്കുന്നില്ലേലും ഹൃദയത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സ്ഥാനം എടുക്കുന്ന കാര്യങ്ങളുണ്ട്. അത് വ്യക്തമായിട്ട് തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിൽ. അപ്പൊ ഒന്നാമത്തേത് ലൂക്കോസ് 16 വാക്യം വായിച്ചേ. 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യൻ, ഒരു അടിമയ്ക്ക് കഴിയത്തില്ല. നമ്മുടെ വേലക്കാർക്ക് പറ്റും, അല്ലെ? പല വീട്ടിൽ പോകുന്ന വേലക്കാരുണ്ടല്ലോ. എന്നാൽ അടിമയ്ക്ക് പറ്റത്തില്ല, അല്ലെ? ഒരു ഭാര്യയ്ക്ക് പറ്റത്തില്ല. 2 ഭർത്താക്കന്മാരുള്ള ഒരു ഭാര്യ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ 2 യജമാനന്മാരുള്ള അടിമകൾ പറ്റത്തില്ല. ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും ഈ മാമോനാരാ? മാമനെ അറിയാം? മാമോനാരാ? മാമോൻ അന്നത്തെ സംസ്കാരത്തിൽ സമ്പത്തിന്റെ ദൈവമായിരുന്നു. സമ്പത്ത് അല്ലെങ്കിൽ ധനം, അല്ലെ? സമ്പത്ത് അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ പണം. നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും സേവിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് ഇതുപോലെ വ്യക്തമാക്കി തന്നിരിക്കുന്ന വേറൊരു വാക്യമില്ല. പക്ഷെ എന്തുവാ ക്രിസ്ത്യാനികൾ പറഞ്ഞു കൊടുക്കുന്നത്? സേവിക്കാൻ പറ്റുമെന്നേ. ക്രിസ്തുവിലേക്ക് കടന്നു അഭിവൃദ്ധി അഭിവൃദ്ധി അഭിവൃദ്ധി, അല്ലെ? ക്രിസ്തുവിൽ കടന്നു വരുന്ന പണത്തോടെ പിന്നെ പണം. അപ്പൊ ക്രിസ്തുവിനെയും സേവിക്കാം, പണത്തെയും സേവിക്കാം, അല്ലെ? ധനമോഹവും ഭക്തിയും രണ്ടും കൂടെ കൊണ്ടുപോകുന്ന ഇന്നത്തെ സുവിശേഷം അതാണ്. പക്ഷെ കർത്താവ് പഠിപ്പിച്ച എന്താണ്? സമ്പത്ത്, ധനം അല്ലെ പണവും ക്രിസ്തുവിനെയും ഒരുപോലെ സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയുകയില്ല. പണമോഹവും ഭക്തിയും ഒരേ ഹൃദയത്തിൽ വാഴാൻ പറ്റത്തില്ല. മാനസാന്തരപ്പെടേണ്ട വിഷയമാണ് എന്ത്? പണത്തോടുള്ള എൻ്റെ സ്നേഹം. കാരണം എന്താണ്? ഒരു യജമാനനെ സ്നേഹിക്കുകയാണ്, മറ്റേ യജമാനനെ ഞാൻ എന്ത് ചെയ്യാണ്? പകയ്ക്കുകയാണ്. അപ്പൊ ഞാൻ പണത്തെ സ്നേഹിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ വെറുക്കുന്നവനാണ്. ഇത് വളരെ വ്യക്തമായിട്ട്, അല്ലെ, കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പണത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ സ്നേഹിക്കുന്നില്ല, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പണത്തെ സ്നേഹിക്കുന്നില്ല. അപ്പൊ അത് മാനസാന്തരപ്പെടേണ്ട, അനുതപിക്കേണ്ട ഒരു വിഗ്രഹമാണ്. കാരണം എന്താണ്? ദൈവത്തിന്റെ സ്ഥാനമെടുക്കുന്ന ഒരു വേറൊരു, അല്ലെ, ഒരു യജമാനനായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ എൻ്റെ ഹൃദയത്തിലെ യജമാനം ദൈവം, അല്ലെങ്കിൽ പണം. അപ്പോൾ സത്യദൈവത്തിന്റെ സ്ഥാനമെടുക്കുന്ന ഹൃദയത്തിലെ ഒന്നാമത്തെ വിഗ്രഹം പണം. ഓക്കെ, ഇനി രണ്ടാമത്തെ വിഗ്രഹം. അടുത്ത വാക്യം യോഹന്നാൻ 12:42 42 43. ഒരുപാട് പ്രമാണികൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു.
പക്ഷെ അവര് രഹസ്യ വിശ്വാസികളായിട്ട് തന്നെ തുടർന്നു. കാരണം എന്താണ്? പള്ളിയിലുള്ള വലിയ യഹൂദ പ്രമാണികൾ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാകും, പീഡ കടന്നു വരും. അതുകൊണ്ട് എന്താ രഹസ്യമാക്കി വെക്കാം. അതിനുള്ള കാരണമാണ് അടുത്ത വാക്യം. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിന്റെ സ്ഥാനം എന്തെടുത്തു? മനുഷ്യരെടുത്തു, അല്ലെ? ദൈവത്തിൽ നിന്ന് ബഹുമാനം ലഭിക്കുന്നതിന് പകരം മനുഷ്യരിൽ നിന്നുള്ള ബഹുമാനത്തിന് അവർ വില കൊടുത്തു. അപ്പോൾ രണ്ടാമതായിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്ഥാനം എടുക്കുന്നത് എന്താണ്? മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം, മാനുഷിക ബഹുമാനം. നമ്മുടെയൊക്കെ ജീവിതം നോക്കിയാൽ നമ്മൾ എത്ര കാര്യങ്ങളാണ് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്, അല്ലേ? പലപ്പോഴും നമ്മൾ വേറൊരു വ്യക്തിയോട് സുവിശേഷം പറയാത്ത എന്താ? ആ വ്യക്തിക്ക് പിടിച്ചില്ലെങ്കിലോ, ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അപ്പോൾ മനുഷ്യരെയാണ് പ്രീതിപ്പെടുത്തുന്നത്, ദൈവത്തെ അല്ല, അല്ലേ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പുറത്തൊരു വലിയ, നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ മുഖം സംരക്ഷിക്കാൻ വേണ്ടി, അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു, മനുഷ്യരുടെ മുന്നിൽ നമ്മൾ മുഖം സംരക്ഷിക്കാൻ നോക്കും, അല്ലേ? അപ്പോൾ എന്താണ്? ബഹുമാനം. അപ്പോൾ ബഹുമാനം, മനുഷ്യരുടെ മുമ്പിലുള്ള മാനവും ദൈവം പ്രസാദിക്കുന്ന ഒരു വ്യക്തിയും രണ്ടും കൂടെ പറ്റത്തില്ല. മനുഷ്യരുടെ മുന്നിൽ നിന്ന് ബഹുമാനവും വേണം, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഭക്തനും രണ്ടും കൂടെ പറ്റത്തില്ലെന്നായി പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഭക്തനാകണമെങ്കിൽ മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം വേണ്ടെന്ന് വെക്കണം. അതാണ് പലപ്പോഴും നമുക്ക് ശിഷ്യത്വത്തിൽ വളരുവാൻ കഴിയാത്തത്. കാരണം നമുക്ക് രണ്ടും വേണം. നമ്മുടെ ബന്ധുക്കളുടെ മുന്നിൽ ബഹുമാനവും വേണം, ദൈവത്തിൽ നിന്നുള്ള പ്രസാദവും വേണം. രണ്ടും കൂടെ പറ്റത്തില്ല. ഇത് നമ്മൾ അനുതപിക്കേണ്ട രണ്ടാമത്തെ വിഗ്രഹമാണ്. ഇല്ലെങ്കിൽ ഇവരെ പോലെ രഹസ്യ വിശ്വാസികളായിട്ടൊക്കെ ജീവിക്കും. മനുഷ്യരുടെ മുമ്പിൽ പോയാൽ ഇനി വല്ല പള്ളി ഭ്രഷ്ടരാകും, പല വിധത്തിലുള്ള പീഡകൾ വരുമെന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെട്ട് ജീവിക്കും. അല്ലാതെ ക്രിസ്തുവിന് വേണ്ടി ധൈര്യത്തോടെ ഇറങ്ങി ചെല്ലുന്ന ഒരു ശിഷ്യനാകത്തില്ല. എപ്പോഴും ഇതിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. കർത്താവ് പറയും, മോനെ ഇതാ ഈ വഴി പോകും. അയ്യോ അത് പറ്റത്തില്ല, അത് കുരിശാ, അത് ഒരുപാട് പ്രശ്നം പിടിച്ചതാ. അപ്പോൾ അനുസരണത്തെ അത് പരിമിതപ്പെടുത്തും. പല വീടുകളിലും അവർ പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ അനുസരിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. അവർക്ക് ക്രിസ്തുവിനെയും വേണം, മനുഷ്യരുടെ മുമ്പിൽ ബഹുമാനവും വേണം. രണ്ടും കൂടെ നടക്കത്തില്ല. അനുതപിക്കണം. കാരണം ദൈവത്തിൻ്റെ സ്ഥാനമെടുക്കുന്ന രണ്ടാമത്തെ വിഗ്രഹമാണ്. ഇനി മൂന്നാമത്തേതിലേക്ക് കടന്ന് എല്ലാം 2 തിമോത്തി അതിൻ്റെ 3:5. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി തിരിച്ചു കളയുന്നവരുമായിരിക്കും. കണ്ടോ, ഈ അന്ത്യകാലത്തിലെ പ്രശ്നത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്ത് കടന്നു വരുന്ന ഒരുപാട് വിപത്തുകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കപടഭക്തിക്കാർ, വ്യാജഭക്തിക്കാർ കൂടും. ഭക്തിയുടെ വേഷം ധരിക്കും, ഭക്തിയുടെ ശക്തിയില്ല. പുറമേ വല്ല ഭക്തിക്കാരാണ്, പക്ഷേ അകത്തൊരു ശക്തിയുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കാതെ ഭോഗത്തെ സ്നേഹിച്ചു. എന്തോ ഈ ഭോഗം? സുഖം. ദൈവത്തിന്റെ സ്ഥാനമെടുക്കുന്ന മൂന്നാമത്തെ ആന്തരിക വിഗ്രഹം എന്താണ്? സുഖം. എന്തിന്റെ സുഖം? പാപത്തിന്റെ സുഖം, ലോകത്തിന്റെ സുഖം, അല്ലെ? പാപത്തിന്റെയും ലോകത്തിന്റെയും സുഖം. അപ്പൊ അവര് സുഖലോലുപതയിൽ ജീവിക്കുന്നവരാണ്. ലൗകിക സുഖം, ലോകത്തിന്റെ സുഖവും വേണം, പുറമെ ഭക്തിയും വേണം. അങ്ങനെയുള്ളവർ എന്തായിരിക്കും? കപടഭക്തിക്കാരായിരിക്കും. അതായിരിക്കും അന്ത്യകാലത്തിൽ സഭയിൽ നിറഞ്ഞു നിൽക്കുവാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ സഭകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ബഹുഭൂരിപക്ഷം പേരും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളിലും അങ്ങ് സുഖിച്ച് ജീവിച്ച് വെച്ച് സൺഡേ വന്നൊരു 2 പാട്ടും പാടി ഭക്തരാണെന്ന് കാണിച്ചുകൊണ്ട് പോകും. എന്തോ കുഴപ്പം? ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ, ശക്തിയില്ല, ഒരു ശക്തിയില്ല. അപ്പൊ കണ്ടോ, 3 വിഗ്രഹങ്ങൾ. ഇതെല്ലാം വിഗ്രഹമാണ്. ഇതൊന്നും സഭയിലൊന്നും ആരും പഠിപ്പിക്കാറില്ല. ഈ വിഗ്രഹങ്ങളൊക്കെ ഹൃദയത്തിനകത്താണ്. പുറമേ ഞാൻ ഒരു കല്ലിന്റെയും മണ്ണിന്റെയും ഒരു പ്രതിമയുടെ മുന്നിൽ പോകുന്നില്ല, ഞാൻ വലിയ സത്യവിശ്വാസിയാണെന്ന് പറയും. പക്ഷെ ഇതൊക്കെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ ദൈവം പറയും, നീ ഒരു വിഗ്രഹാരാധന ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാനസാന്തരപ്പെടണം, അല്ലേ? കാരണം എന്താണ്? ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിയിട്ട് എൻ്റെ ഹൃദയത്തിൽ ആരാധന എന്തായിരിക്കണം? പരിശുദ്ധമാകണം.
ഹൃദയത്തിലെ ആരാധനയിൽ ശുദ്ധി വരുത്തുന്നതാണ് മാനസാന്തരം. അതായത് ഞാൻ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. അത് ബാഹ്യമായ ആരാധന മാത്രമല്ല, ഹൃദയത്തിലെ ആരാധന. ഹൃദയത്തിൽ പണത്തെ ആരാധിക്കരുത്, മാനുഷിക പ്രീതിയും ബഹുമാനവും ആരാധിക്കരുത്, പാപത്തിന്റെ സുഖം ആരാധിക്കരുത്. അപ്പൊ ഇത് ചുമ്മാ തീരുമാനം എടുക്കുകയല്ല, അനുതപിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള എൻ്റെ ചിന്ത, അയ്യോ പിന്നത്തേതിൽ അനുതാപം വന്നെന്ന് പറഞ്ഞില്ലേ, നേരത്തെ ആ പയ്യന്റെ കാര്യം വായിച്ചല്ലോ, മോന് അനുതാപം വന്നു, അയ്യോ ഞാൻ മുമ്പേ പറഞ്ഞു തെറ്റായിരുന്നു. ചുമ്മാ ഒരു പ്രസംഗം കേട്ടപ്പോൾ അങ്ങ് മാറ്റുകയല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇത് വരണം. അയ്യോ ഞാൻ പണത്തെക്കുറിച്ച് ചിന്തിച്ചത് തെറ്റായിരുന്നു, ഞാൻ വിചാരിച്ചു പണം കിട്ടിയാൽ എല്ലാം കിട്ടിയെന്നായിരുന്നു, ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല, കർത്താവാണ് പണത്തെക്കാളും വലുത്, പണമില്ലേലും ഭക്തനായി ജീവിക്കുന്നതാണ് വലുതെന്ന് ഏതെങ്കിലും പ്രസംഗം പറഞ്ഞതെന്നല്ല, എൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ട്. മാനുഷിക ബഹുമാനത്തിനായി ഞാൻ ജീവിക്കയില്ല, എനിക്ക് നിന്ന വന്നാലും ഞാൻ കർത്താവിനെ സേവിക്കും. എബ്രായർ 13 അങ്ങനെ തന്നെ ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്ന് നമുക്ക് പട്ടണത്തിന് പുറത്തു പോകാമെന്നൊരു വാക്യം തന്നെ ഉണ്ട്. ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കാനും ഞാൻ തയ്യാറാണ്, കാരണം എനിക്ക് അവനാണ് വലുത്, ഈ ലോകത്തിൽ മനുഷ്യർ തരുന്ന ബഹുമാനമല്ല എന്ന് ഉള്ളിൽ ബോധ്യം വരണം. എനിക്ക് പാപത്തിൻ്റെ സുഖം വേണ്ട, പ്രലോഭനം വരുമ്പോൾ ഞാൻ പാപത്തെ ക്രൂശീകരിക്കും. എനിക്ക് പാപത്തിന്റെ സുഖം വേണ്ട, എനിക്ക് ക്രിസ്തുവാണ് വലുത്. ഇതിനെല്ലാം വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ എന്തുവാ, ഭക്തി കടന്നു വരണം. അതായത് നിർമ്മലമായ സ്നേഹം ക്രിസ്തുവിനോട് കടന്നു വരണം. ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. മാനസാന്തരം, അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഇതെല്ലാം പ്രവൃത്തികളിലൂടെ തെളിയിക്കണം. അല്ലാതെ ഞാൻ പണത്തിൽ നിന്ന് മാനസാന്തരപ്പെടുന്നു പറഞ്ഞാൽ പോരാ, പ്രവൃത്തികളിലൂടെ അത് വെളിപ്പെട്ട് വരണം. എൻ്റെ ദൈവം സമ്പത്തല്ല, ബഹുമാനമല്ല, പാപത്തിൻ്റെ സുഖമല്ല, എൻ്റെ ദൈവം ഇത് 3ഉമല്ല, എൻ്റെ ദൈവം സത്യദൈവമാണെന്ന് വിഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ മാനസാന്തരപ്പെടണം. നമുക്ക് 2 വാക്യങ്ങളും കൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ആരാ വ്യക്തി? സക്കായി എന്ന് പറഞ്ഞൊരു വ്യക്തി. ഈ സക്കായിയുടെ ജോലി എന്തുവായിരുന്നു? അവനൊരു ചുങ്കക്കാരൻ്റെ ഇടയിൽ ഒരു പ്രമാണി എന്ന് പറഞ്ഞു. എന്താ ഈ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ കരം പിരിക്കുന്നവൻ. അപ്പൊ കരം പിരിക്കുന്ന ജോലി അന്നായാലും ഇന്നായാലും നമുക്കറിയാം നല്ലപോലെ കൈമണി കിട്ടുന്നൊരു പ്രവൃത്തിയാണ് അല്ലേ. ഇന്നും സെയിൽ ടാക്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കൈക്കൂലി വാങ്ങിക്കാൻ പറ്റിയൊരു വേലയാണ് അല്ലേ. ഒരുപാട് കിമ്പളം അല്ലെങ്കിൽ കൈമണി അല്ലേ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സക്കായി ചുങ്കക്കാരനല്ല, ചുങ്കക്കാരിലൊരു പ്രമാണിയായിരുന്നു. അപ്പോൾ വലിയ കൂടിയവനായിരുന്നു. എല്ലാ കൈക്കൂലികളുടെയും ഒരു വിഹിതം അവന് കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി യേശുവിനാൽ സ്പർശിക്കപ്പെട്ടു. യേശു എന്ന് അവനോട് സ്നേഹം കാണിച്ചു, അവനെ പേരൊക്കെ വിളിച്ച് അവനോട് വാത്സല്യം കാണിച്ചപ്പോൾ ആ വ്യക്തിയുടെ പ്രതികരണമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വായിച്ചാട്ടെ. ലൂക്കോസിന്റെ 19:8-9. വായിച്ചാട്ടെ. ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാം കർത്താവേ. ഇതുവരെ ഈ വ്യക്തി എങ്ങനെയാ ജീവിച്ചേ? പണസമ്പാദനത്തിന് വേണ്ടി ഏത് വഴിയും പണം അല്ലേ. അത് ഏത് രീതിയിലുള്ള പണമാണേലും കുഴപ്പമില്ല, പണം ചതിയിലൂടെയും ഞാൻ വേണേ പണം സമ്പാദിക്കട്ടെ. ഇപ്പം ആ വ്യക്തി എങ്ങനെയാ പറയുന്നത്? കർത്താവെ ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം, ചതിച്ച് ഞാൻ നേടിയെടുത്ത വഞ്ചിച്ച് ഞാൻ നേടിയെടുത്ത പണം തിരിച്ചു കൊടുക്കാം. അപ്പോൾ ആ പുള്ളിയിൽ കടന്നു വന്ന മാനസാന്തരം നിങ്ങൾ കണ്ടോ? ഹൃദയത്തിലെ വിഗ്രഹമായ പണത്തെ അവൻ നീക്കിയിട്ട് കർത്താവിനെ ഏറ്റെടുത്തു. എനിക്ക് യേശുവിനെ കിട്ടിയത് കൊണ്ട് പണം ഇനി വേണ്ട. കണ്ടോ? യേശുവിനെ കിട്ടി. യേശു ഒന്ന് കുറെ പണം കൊടുത്തില്ല. അതാണ് ഇന്നത്തെ അഭിവൃദ്ധി സുവിശേഷം. യേശു വന്ന് ഒരു ലോഡ് പൈസ കൊടുത്തപ്പം എന്നാ പിന്നെ ചതിച്ച പൈസ കൊടുക്കാം, അങ്ങനല്ല. യേശു 1 രൂപ പോലും കൊടുത്തില്ല അവന്. അപ്പോഴാണ് അവൻ പറയുന്നത്, എനിക്ക് നിന്നെ കിട്ടിയോണ്ട് ഞാൻ ഇതുവരെ ആരാധിച്ചിരുന്ന പണം ഞാൻ കളയാൻ പോവാം. അത് ചുമ്മാ വാഗോണ്ട് കർത്താവ് മാനസാന്തരപ്പെട്ടെ ഞാൻ തിരിച്ചു കൊടുക്കും. നിങ്ങൾ ആരെങ്കിലും അടിച്ചു മാറ്റി എന്തെങ്കിലും 1 രൂപ പോലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. പൈസ മാത്രമല്ല, എന്തു കാര്യമായാലും. ഒരു വീട്ടിൽ പോയിട്ടൊരു പേപ്പറെങ്കിലും അവരറിയാതെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കും. കാരണം എനിക്ക് അതല്ല വലുത്, യേശുവാണ് വലുത്. അയ്യേ, അവരുടെ അടുത്ത് പോയി ഇത് പറയുമ്പോൾ കുറച്ചിലല്ലേ, ബഹുമാനമല്ല എൻ്റെ ദൈവം അല്ലേ. അവരുടെ മുമ്പ് ഞാൻ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ദൈവമാണ് വലുത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി ആ പ്രവൃത്തി നിർത്തണം. കണ്ടോ? 4 ഇരട്ടി ഞാൻ മടക്കി കൊടുക്കും. അത് പഴയ നിയമം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. 4 ഇരട്ടി മടക്കി കൊടുക്കേണ്ടത് ആരാണെന്നറിയാമോ? കള്ളന്മാർ.
പഴയ നിയമത്തിലെ ഒരു നിയമമാണ്, നിങ്ങൾ കള്ളത്തരം കാണിച്ച് എവിടെന്നെങ്കിലും എന്തെങ്കിലും എടുത്താൽ ചുമ്മാ 20 രൂപ അടിച്ചു മാറ്റി 20 രൂപ അതുപോലെ തിരിച്ചു കൊടുത്താൽ പോരാ, ആ 20 രൂപയുടെ കൂടെ 20% ഇരട്ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, 4 ഇരട്ടി കൊടുക്കണം. മനസ്സിലായോ? അപ്പം എത്ര രൂപയായി? 80 രൂപ കൊടുക്കണം അല്ലേ? അതാണ് ഞാൻ അടിച്ചു മാറ്റി, ഞാൻ വഞ്ചിച്ചും ചതിച്ചും വാങ്ങിച്ച സമ്പത്ത് ഞാൻ തിരിച്ചു കൊടുക്കുമെന്നല്ല പറഞ്ഞത്, 4 ഇരട്ടി കൊടുക്കാൻ കർത്താവേ. അതാണ് വചനപ്രകാരമുള്ള നിയമം അന്നത്തെ കാലത്ത്. അപ്പൊ കണ്ടോ, സമ്പത്തല്ല എൻ്റെ ദൈവമെന്ന് അവൻ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കർത്താവ് എന്തോ മറുപടി പറഞ്ഞേ? അടുത്ത വാക്യം, യേശു അവനോട് ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നു കഴിഞ്ഞു. വേറെ ഒരൊറ്റ വേദഭാഗമില്ല ഇങ്ങനെ ഒരു വ്യക്തി ശരിക്കും രക്ഷിക്കപ്പെട്ടെന്ന് യേശു തന്നെ സാക്ഷ്യം പറയുന്നത്. ബൈബിൾ ഒരിടത്തും അങ്ങനെ ഈ വ്യക്തി ശരിക്കും രക്ഷിക്കപ്പെട്ടു എന്ന് കർത്താവ് ഒരിടത്തും പറയുന്നില്ല. ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ. എന്തുവാ പശ്ചാത്തലം? ഹൃദയത്തിലെ ആരാധനയിൽ എന്ത് കടന്നു വന്നു? ശുദ്ധീകരണം കടന്നു വന്നു. ഒരു വ്യക്തി താൻ ഇതുവരെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെ മാത്രം ആരാധിക്കുമെന്നും തൻ്റെ പ്രവൃത്തികളാൽ അത് തെളിയിക്കുമെന്ന് വന്നപ്പോഴാണ് കർത്താവ് പറഞ്ഞത് രക്ഷ കടന്നു വന്നു. അല്ലാതെ ചുമ്മാ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഒരു മീറ്റിങ്ങിൽ മുൻപോട്ട് വന്നു, സ്നാനപ്പെട്ടു, അതല്ല. ഹൃദയത്തിൽ ആരാധനയിൽ ശുദ്ധീകരണം സംഭവിച്ചു. വിഗ്രഹങ്ങളെ മാറ്റി ദൈവത്തെ മാത്രം ആരാധിക്കുമെന്ന് ഹൃദയ വിശുദ്ധി കടന്നു വന്നു. അത് പ്രവൃത്തികളിൽ തെളിഞ്ഞു വരുന്നു. കണ്ടോ, അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് എന്ത് ചെയ്തു? പ്രവൃത്തികളിൽ അത് തെളിയിച്ചു. നമ്മൾ നേരത്തെ കണ്ട 3 കാര്യങ്ങൾ അല്ലേ? അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഉറപ്പായിട്ടും രക്ഷ കടന്നു വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉറപ്പായിട്ടും രക്ഷ കടന്നു വന്നെന്ന് ദൈവം പറയുമോ? നീ ഇന്ന് വരെ ജീവിച്ചിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ബഹുമാനം നേടാൻ, ആളുകളുടെ മുമ്പിൽ ഒരു പേര് കിട്ടാൻ വേണ്ടി, സൽപ്പേര് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പാപത്തിൻ്റെ സുഖങ്ങൾ, സുഖലോലുപതയ്ക്ക് വേണ്ടി നീ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ പണസമ്പാദനം. നിനക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ആദായം ഉണ്ടാകും, ആദായം, പ്രോഫിറ്റ്, അതെല്ലാം നീ വിട്ടു. നിനക്ക് ശരിക്കും രക്ഷ കടന്നു വന്നു. അതിൻ്റെയൊക്കെ സ്ഥാനം ആരെടുത്തു? യേശു എടുത്തു എന്ന് ദൈവം സാക്ഷീകരിക്കുമോ? അതാണ് എന്ത്? ഉറപ്പായുള്ള രക്ഷ. അവസാനമായിട്ട് നമുക്ക് തെസ്സലോനിയർ 1:10. അവൻ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. തെസ്സലോനിയരെ കുറിച്ച് മറ്റു സ്ഥലത്തുള്ള വിശ്വാസികൾ എന്ത് സാക്ഷ്യം പറയുന്നു എന്നാണ് ആ വാക്യം. അതുകൊണ്ടാണ് അവസാനം എന്ത് പറഞ്ഞിരിക്കുന്നത്? അവർ തന്നെ പറയുന്നു. കണ്ടോ, അവസാനം പറഞ്ഞിരിക്കുന്നുണ്ടോ? അവർ തന്നെ പറയുന്നു. ആരായി അവർ? മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. പക്ഷെ എന്തുവാ നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യം? നിങ്ങൾ കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ എടുക്കപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നു. യേശുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ എങ്ങനെ കാത്തിരിക്കുന്നേ? വിഗ്രഹങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ഏകദൈവത്തെ വായിച്ചാട്ടെ, ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു? അതാരാ? നമ്മൾ സ്വന്തമായിട്ടല്ല സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഞാൻ അങ്ങ് തിരിഞ്ഞു എന്നല്ല, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. അപ്പൊ കണ്ടോ, ഇതാണ് ഈ ആഴ്ചത്തെ വാക്യം. ഓക്കെ, 1 തെസ്സലോനിയർ 1:10. കാണാ പഠിക്കേണ്ടവർക്ക് കാണാ പഠിക്കാം. 1 തെസ്സലോനിയർ 1:10 എന്താണ്? വിഗ്രഹങ്ങളിൽ നിന്ന് തിരിയണം അല്ലേ? വിഗ്രഹങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ആരിലോട്ട് തിരിയണം? വായിച്ചാട്ടെ, ആരെങ്കിലും പറഞ്ഞാട്ടെ. വിഗ്രഹങ്ങളിൽ നിന്ന് എന്തിലോട്ട് തിരിയണം? ദൈവത്തിങ്കിൽ, അതായത് ഏകസത്യ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇതാണ് മാനസാന്തരത്തിൽ ഒന്നാമതായിട്ട് സംഭവിക്കണം. ഇനി വേറെ പല വിഷയങ്ങളും നമ്മൾ മാനസാന്തരപ്പെടണം. പക്ഷെ എന്ത് ചെയ്യണം? വിഗ്രഹങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് കടന്നു വരണം. അപ്പൊ ഇതാണ് ഈ ആഴ്ചത്തെ വാക്യം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ അനുതാപം കടന്നു വരണം. ഇതിനു മുമ്പ് ഞാൻ ചിന്തിച്ചത് തെറ്റായിപ്പോയി, എനിക്ക് മാറ്റം അനിവാര്യമാണെന്ന് ഞാൻ ചിന്തിക്കണം. അതിനോട് ചേർന്ന് പോകുന്ന എന്താണ്? ദൈവത്തിലേക്ക് തിരിയണം. ദൈവത്തിലേക്ക് തിരിയണം അല്ലേ? മൂന്നാമതായിട്ട് എന്താണ്? അത് പ്രവൃത്തികളിൽ വെളിപ്പെട്ടു വരണം അല്ലേ? അപ്പൊ ഈ 3 കാര്യങ്ങളും മാനസാന്തരമാണ്. ഇനിയുള്ള ആഴ്ചകളിലെല്ലാം നമ്മൾ ഈ മാനസാന്തരം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിച്ച എന്താണ്? വിഗ്രഹങ്ങളിൽ നിന്ന് തിരിയണം. ഇപ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട്
വിഗ്രഹങ്ങൾ. ഏതൊക്കെ വിഗ്രഹങ്ങൾ? ബാഹ്യമായ മൂർത്തികൾ മാത്രമല്ല, ബിംബങ്ങൾ മാത്രമല്ല, പടവും പ്രതിമയും അത് മാത്രമല്ല, ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ, അല്ലേ? അപ്പം ഈ 3 കാര്യത്തിലും നമ്മൾ പണമാകട്ടെ, മാനുഷിക ബഹുമാനമാകട്ടെ, പിന്നെന്താ, പാപത്തിൻ്റെ സുഖം, ഇത് 3 വിഷയത്തിലും നമ്മൾ അനുദപിക്കണം, ദൈവത്തിലേക്ക് തിരിയണം, അത് പ്രവൃത്തികളിൽ വെളിപ്പെട്ടു വരണം. അതാണ് മാനസാന്തരത്തിൽ ഒന്നാമതായിട്ട് സംഭവിക്കേണ്ടത്. അങ്ങനെ സംഭവിക്കുമ്പോഴേ കർത്താവായ യേശുക്രിസ്തു പറയത്തുള്ളൂ, സത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ കടന്നു വന്നു. അല്ലാതെ ചുമ്മാ മീറ്റിങ്ങിന് വരാൻ തുടങ്ങി അത് പോരാ. അത് ബാഹ്യമായ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നതാവാം. അങ്ങനെ ബാഹ്യമായ ഒരു മാനസാന്തരമല്ല. ശരിക്കുള്ള രക്ഷ കടന്നു വരണമെങ്കിൽ ഹൃദയത്തിൽ വിഗ്രഹങ്ങളിൽ നിന്നൊരു വിടുതൽ കടന്നു വരണം. ഹൃദയ വിശുദ്ധിയോടെ ദൈവത്തെ മാത്രം ആരാധിക്കണം. അപ്പോൾ ഇതിലേതാ നിങ്ങളുടെ വിഗ്രഹമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം. എന്നെ എപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വിഗ്രഹം ഏതാണ്? എനിക്ക് പണസമ്പാദനമാണോ? അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലിയ സമ്പത്തുള്ളവർക്ക് മാത്രമാണ്. എല്ലാ വ്യക്തിയുടെയും ഉള്ളിലുണ്ട് ഈ പണമോഹം. അപ്പോൾ പണമോഹം നമ്മൾ വിട്ടുപിരിയണം. മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന ആ ഒരു ത്വരയിൽ നിന്ന് നമ്മൾ തിരിയണം. ദൈവത്തെ പ്രസാദിക്കുവാൻ വേണ്ടി നമ്മൾ നിലനിൽക്കണം. മൂന്നാമതായിട്ട് പാപത്തിൻ്റെ സുഖം. ഏതാണോ നിങ്ങളുടെ വിഗ്രഹം അത് നിങ്ങൾ വീട്ടിൽ പോയി കർത്താവിനോട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് തിരിയണം, അനുദപിക്കണം. വാക്കുകൾ കൊണ്ട് ദൈവത്തോട് അത് പറയണം. പറഞ്ഞ് മനസ്സ് തിരിഞ്ഞ് രക്ഷയെ വളരണം. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ടുള്ള വിഷയം. നമുക്കൊരു നിമിഷം മൗനമായിട്ടിരിക്കാം. ആത്മാവ് നയിക്കുന്നത് പോലെ ആർക്ക് വേണേലും പ്രാർത്ഥിച്ച് ഈ യോഗ അവസാനിപ്പിക്കാം. ഈ കേട്ട വചനവും ധ്യാനിക്കുക. ആത്മാവ് നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത്, ഏത് വിഗ്രഹത്തെക്കുറിച്ചാണ്, അത് നിങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിക്കുക.